എന്നിനി ഞാൻ ചേർന്നിടും പൊന്മുഖം കാണുവാൻ. എന്നിനി ഞാൻ ചേർന്നിടും പൊന്മുഖം കാണുവാൻ. ശോഭയേറും നാട്ട് ഞാൻ പോയിടുവാൻ കാലമായി. ശോഭയേറും നാട്ട് ഞാൻ പോയിടുവാൻ കാലമായി. എന്നു കാണും യേശുരാജനെ. എന്നു കാണും യേശുരാജനെ. സ്വർഗം എന്ന വിഷയത്തിന്റെ അടുത്ത ഒരു പാർട്ടിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇതിന്റെ ടൈറ്റിൽ സ്വർഗങ്ങൾ അഥവാ ഹെവൻസ് എന്നുള്ള പദമാണ്. ഈ പദത്തിന് ആധാരമായി കുറിവാക്യം ഏതാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് പോലെ 700-ൽ പരം പ്രാവശ്യം സ്വർഗം, സ്വർഗങ്ങൾ അല്ലെങ്കിൽ ഹെവൻ, ഹെവൻസ് എന്നുള്ള പദം ബൈബിളിൽ തന്നെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് കുറിവാക്യമായി വായിക്കേണ്ടത്? നമ്മൾ മലയാളം ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചുവെന്നാണ് തുടങ്ങുന്നത്. അത് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, വ്യത്യസ്തമാണെന്നുള്ളതും ഏവർക്കും അറിയാം. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്നാണ്. സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അതിന് ഉപോത്ബലകമായി മൂലഭാഷയായ എബ്രായ ഭാഷയിൽ ബറൂക്കശയും ബർഷ്യത്ത് ബാറ ഏലോഹിയും അത് ഹഷാമയും വിത്ത് ഹയാറസ് എന്നാണ്. അവിടെ അസലായ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദിയിൽ ഏലോഹിയും സ്വർഗങ്ങളെ സൃഷ്ടിച്ചു വന്നാണ്. അപ്പോൾ 700 പ്രാവശ്യം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ മലയാളം ബൈബിളിൽ സ്വർഗം എന്ന പദം 700 പ്രാവശ്യം കാണാൻ വേണ്ടി എത്ര തപ്പിയാലും കാണുകയില്ല. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻസ് മറ്റു ഭാഷാ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ ആകാശമെന്നും നീലാകാശമെന്നൊക്കെ പറയുന്നതിന് ആകാശങ്ങൾ എന്ന പദത്തിനൊക്കെ മറ്റു ഭാഷകളിൽ ഹെവൻ, ഹെവൻസ് എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു ഭാഗം പ്രത്യേകിച്ച് മനസ്സിലാക്കുക. സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച ക്രിസ്തു പിതാവായ ദൈവത്തോടൊപ്പമായിരുന്നുവെന്നും പിതാവിന്റെ എല്ലാ മഹത്വത്തിൽ നിറഞ്ഞ തേജോമേനായ കർത്താവ് പിതാവിനോട് സമനായിരുന്നുവെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗം വിട്ട് ഭൂതലത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ പിതാവിനെ കുറിച്ചും ഒക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ ഭൂമിയിൽ മണ്ണിന്റെ പുത്രന്മാരായ മനുഷ്യർക്ക് അത് ഗ്രഹിക്കുവാൻ പ്രയാസമായിരുന്നു. കർത്താവ് എത്ര വട്ടം സ്വർഗീയ പിതാവിനെ പിതാവെന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും പിതാവിന്റെ പരിപാലനത്തെക്കുറിച്ചും പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴും സ്വർഗമെന്നും സ്വർഗീയനെന്നും പറയുന്നതിന്റെ അർത്ഥം ജനത്തിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഗ്രഹിക്കുവാൻ കഴിയും? അതേ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ മണ്ണിന്റെ പുത്രന്മാരായി ബലഹീനമായ ഈ മൺകൂടാരത്തിൽ വസിക്കുന്ന ഒരുവന് ദൃശ്യലോകത്തുള്ള പലതും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അദൃശ്യ ലോകത്തിൽ നിത്യമായവയൊന്നോ സ്വർഗീയമായവയൊന്നോ അവയെക്കുറിച്ച് മഹത്വം എത്രത്തോളം പറയാമോ അത് ഉൾക്കൊള്ളുവാൻ, ഗ്രഹിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭൂമിയിലുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല, പിന്നെ സ്വർഗത്തിലുള്ള അദൃശ്യ മണ്ഡലത്തിലുള്ള അദൃശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുവാൻ കഴിയും? അത് ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ഇഫ് ഐ ഹാവ് ടോൾഡ് യു എർത്തിലി തിങ്സ് ആൻഡ് യു ഡു നോട്ട് ബിലീവ്, ഹൗ വിൽ യു ബിലീവ് ഇഫ് ഐ ടെൽ യു ഹെവൻലി തിങ്സ്? അപ്പോൾ സ്വർഗങ്ങളെ കുറിച്ചുള്ള വിശദീകരണം കർത്താവ് പറയുവാൻ ജനത്തിനിടയിൽ അവയെക്കുറിച്ച് വിശദീകരിക്കുവാൻ അവിടെ ഇടയാകുന്നില്ല. കാരണം മനുഷ്യന്റെ
പൾസ് നല്ലപോലെ അറിയാവുന്നുള്ളവനാണ് കർത്താവ്. സങ്കീർത്തനം 19 1 വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന് കൈവേലി പ്രസിദ്ധമാക്കുന്നു. അത് ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: The heavens declare the glory of God, and the firmament shows his handiwork. അതിനെ the skies proclaim the work of his hands എന്ന് മറ്റു ചില വേർഷനിൽ പറയുന്നുണ്ട്. അതായത് ഹെവൻസ് ഡിക്ലെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ്. അത് മലയാളത്തിൽ വായിക്കാൻ കഴിയുന്നില്ല. സ്വർഗമെന്നല്ല, സ്വർഗങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അപ്പോൾ സ്വർഗങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിന് താഴെ, അതായത് യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യപ്രകാരം വായിക്കും: നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, ആകാശത്തെയും സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും സൃഷ്ടിച്ചവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ആ മഹത്വം ഓർക്കുക. ആദിയിൽ ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെ സൃഷ്ടിച്ചു, സ്വർഗീയ ദൂത സംഘങ്ങളെ സൃഷ്ടിച്ചു, ദൂത സംഘത്തോടുകൂടെ ചേർന്ന് പിന്നത്തേതിൽ ഭൂമിയെ സൃഷ്ടിക്കുന്നു, പിന്നെ ഈ ഭൂമിയിലുള്ള സകല ഉൽപ്പന്നങ്ങളെ സൃഷ്ടിക്കുന്നു, ഭൂമിയെ അടക്കി വാഴുവാൻ ആദാമിനെയും ആദാമിൽ നിന്നും അവയെയും വേർതിരിക്കുന്നു, ആദ്യ കുടുംബം ഉളവാകുന്നു, അവരിൽ നിന്നും ഭൂമിയിലെ സകല മനുഷ്യനും വംശങ്ങളും ഗോത്രങ്ങളും ഉണ്ടാകുന്നു. അതാണ് സത്യം. സൃഷ്ടിപ്പിന്റെ മനോഹരത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തെയും സ്വർഗാദി സ്വർഗങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം അവയ്ക്ക് താഴെ ആകാശവിധാനത്തിൽ ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിക്കുന്നു, സൗരയൂഥങ്ങളെ സൃഷ്ടിക്കുന്നു, മിൽക്കി വേയെ സൃഷ്ടിക്കുന്നു. കോടാനുകോടി സൗരയൂഥങ്ങൾ ചേരുമ്പോൾ, കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങൾ കൂടെ ചേരുമ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ മിൽക്കി വേ എന്ന പദം ഉപയോഗിക്കുന്നു. അങ്ങനെ അനേക മിൽക്കി വേയെ കൊണ്ട്, കോടാനുകോടി മിൽക്കി വേയെ കൊണ്ട് നിറഞ്ഞതായ ആകാശമണ്ഡലത്തെ മുഴുവനെയാണ് ആകാശമെന്ന് വിവരിക്കുന്നതെങ്കിൽ ഈ ആകാശത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന സകല ജ്യോതിർഗോളങ്ങളെ, എല്ലാ പ്ലാനറ്റുകളെയും ഉദ്ദേശിച്ച് പറയുന്നു: നിന്റെ വിരലുകളെ പണിയായ ആകാശം. ഹല്ലേലൂയ! ഈ സർവശക്തനായ അത്യുന്നതനായ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ പ്രപഞ്ചത്തിൽ സകലതമുണ്ടായെങ്കിൽ അങ്ങനെ ഉളവായതാണ് നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതായ ഈ ആകാശത്തിലെ സകല മഹത്വവും. സങ്കീർത്തനം മറ്റൊരു പുസ്തകത്തിൽ വായിക്കുമ്പോൾ നിന്റെ വിരലുകളുടെ പണിയായ ആകാശം എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ വിരലുകൊണ്ട് സൃഷ്ടിച്ചതായ, കൽപ്പിച്ചപ്പോൾ ഉണ്ടായതായ സൃഷ്ടികളാണ് ഇതൊക്കെ എന്നാണ്. 8-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വായിക്കുന്നു: When I consider your heavens, the work of your fingers, the moon and the stars. നിന്റെ, അതായത് നോക്കണം, നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ, നിന്റെ വിരലുകളെ പണിയായ ആകാശത്തിലെ മഹത്വത്തെ ഓർക്കുമ്പോൾ, സ്വർഗങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനങ്ങൾ അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതേ പ്രിയമുള്ളവരെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നു: യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, സ്വർഗത്തിന് സൈന്യമൊക്കെയും ഇടത്തും വലത്തും അണിയണിയായി നിൽക്കുന്നു. നമ്മുടെ വിഷയം സ്വർഗങ്ങൾ എന്നുള്ള പദമാണ്. നമുക്ക് കണ്ടുകൊണ്ട് ദൃശ്യമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗ്രഹിക്കുവാൻ അല്പ പ്രയാസമാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. കർത്താവ് യേശുക്രിസ്തു കുറിച്ച് പറയുമ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും തത്വത്തിന്റെ മുദ്രയും സകല സൃഷ്ടികൾക്കും ആദ്യജാതനുമാകുന്നുവെന്നാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും സകലതും അവനുമായിട്ടും ആയിരിക്കുന്നു എന്നാണ് അവൾ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ ദൈവത്തോടൊപ്പം സൃഷ്ടികർത്താവായിരുന്നു യേശുവും. അപ്പോൾ സ്വർഗങ്ങൾ പലതാണ് എന്നുള്ളതിന് ധാരാളം വാക്യങ്ങളുണ്ട്. അതെല്ലാം പറയുവാൻ നമുക്ക് സാധ്യമല്ല. ചില വാക്യങ്ങളിവിടെ ഓർപ്പിക്കുന്നു. ചില വാക്യങ്ങൾ ആദ്യം ചില റെഫറൻസുകൾ പറഞ്ഞു. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം: ഇതാ സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും. അവിടെ സ്വർഗാദി സ്വർഗം, ഹെവൻസ് ഓഫ് ഹെവൻ എന്നുള്ള പദമാണ് അവിടെ കാണുന്നത്.
നെഹമ്യാവ് 9:6 നമ്മൾ വായിച്ചു കഴിഞ്ഞു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിന്റെ 27 ദൈവം യഥാർത്ഥമായി സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുകയില്ലല്ലോ. അപ്പോൾ മുകളിലോട്ടുള്ളതായ ആകാശമല്ല സ്വർഗം, ആകാശത്തിന് മീതെ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും, അവയെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അവിടെ അടങ്ങുന്ന ദൈവമല്ല. 115-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, നമ്മുടെ ദൈവമോ സ്വർഗാദി സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും താൻ ചെയ്യുന്നു. എബ്രായർ 7:26 വാക്യത്തിൽ സ്വർഗങ്ങളെക്കാൾ ഉന്നതനായി തീർന്നവൻ എന്ന ഒരു പദപ്രയോഗം അവിടെ വായിക്കുന്നു. എഫെസ്യർ 4:10 സ്വർഗാദി സ്വർഗത്തിനും മീതെ കയറിയവൻ, അവിടെ സ്വർഗം എന്നുള്ള ആകാശത്തിന് മീതെ കയറിയവൻ എന്നുള്ള പദം കൂടെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. സ്വർഗാദി സ്വർഗത്തിനും മീതെ കയറിയവൻ. എബ്രായർ 4:14 വാക്യം, ദൈവപുത്രനായ യേശു സ്വർഗങ്ങളെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. മെനി മെൻഷൻസ്, അഥവാ അനേക രാജകൊട്ടാരങ്ങളുണ്ട്. അതിനെ ഹെവൻസ് എന്നുള്ള പദമാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ, സ്വർഗാദി സ്വർഗത്തിൽ വിശുദ്ധന്മാർക്ക്, അഥവാ ദൈവം വിശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർത്ത നമ്മെ രാജപുത്രന്മാരാക്കി രാജസന്തതികളാക്കി നിത്യതയിലേക്ക് നമ്മളെ വാഴിക്കുമ്പോൾ സ്വർഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആ രാജകൊട്ടാരത്തിൽ നമ്മളെ പാർപ്പിക്കും. അതേ പ്രിയമുള്ളവരെ, ആദിയിൽ ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെ സൃഷ്ടിച്ചു. ആ സ്വർഗം നമ്മുടെ അവകാശമാണ്. സ്വർഗം യാഥാർത്ഥ്യമാണ്. ഇതൊരു ഭാവനയല്ല. അത്യുന്നതനായ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹരത്വത്തിൽ ഒന്നാമത് തെളിഞ്ഞു നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവും മഹത്വപരമായ കാര്യമാണ് സ്വർഗം, സ്വർഗങ്ങൾ. ആ സ്വർഗം നമ്മൾ സ്വന്തമാക്കും. ആ സ്വർഗത്തിൽ പോകുവാനുള്ള ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി കർത്താവായ യേശുവാണ്. സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്ന കർത്താവായ യേശു സ്വർഗത്തിലേക്കുള്ള സകല മാനവരാശിക്കും വേണ്ടിയുള്ള ഒരു വഴി തുറക്കുകയാണ്. തന്റെ ദേഹമെന്ന തിരശീല കാൽവരി ക്രൂശിൽ മരണത്തോടുകൂടെ അവിടെ പരമയാഗമായി തീർന്ന് ആരാധകരെയും ആരാധനയെയും തിരിച്ചു നിർത്തുന്ന തിരശീലയെ, അല്ലെങ്കിൽ യേശുവിനെ ദേഹമെന്ന തിരശീല രണ്ടായി കീറിമാറി ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, തിരുനിവാസത്തിലേക്ക് അടുത്തു ചെല്ലുവാനും ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുവാനുള്ള വലിയൊരു സ്വാതന്ത്ര്യമാണ് കർത്താവ് നൽകിയത്. ഹല്ലേലൂയ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മാനവരാശിയുടെ വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. മനുഷ്യന്റെ സങ്കല്പ ദേവനല്ല യേശു. മനുഷ്യന്റെ സങ്കല്പ ദൈവത്തിൽപ്പെട്ട ഒന്നല്ല യേശു. യേശുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ഈ സത്യമായ യാഥാർത്ഥ്യമായ സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു സത്യം, ഒരേ ഒരു മാർഗം, വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശുവാണ്. യേശുവിന്റെ വിശ്വാസം നിമിത്തം അത് തൻ്റെ വചനപ്രകാരം തന്നിലേക്ക് ആകർഷിക്കുന്ന ഏവർക്കും ഇവിടെ സമാധാനവും, ഇവിടെ സ്വസ്ഥതയും, ഇവിടെ ഐശ്വര്യവും, ഇവിടെ അനുഗ്രഹവും ഉണ്ട്. ഒപ്പം മരണാനന്തരം നിത്യത എന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കും ചെയ്യും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.